13. Question number 13. വായിക്കാം. A glass manufacturing company requires you to calculate and present the budget for next year from the following information. താഴെ പറയുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് മാനുഫാക്ചറിങ് കമ്പനിയുടെ അവരുടെ അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റും ഒക്കെ കാണാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെ പ്രോഫിറ്റ് കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ നമ്മൾക്ക് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മാസ്റ്റർ ബഡ്ജറ്റ്. ഓക്കെ അല്ലേ? ഇവിടെ അങ്ങനെ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് എഴുതണമെന്നില്ല. ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ പറഞ്ഞ പോലെ എഴുതിയത് എന്താ? ബഡ്ജറ്റഡ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഷോവിങ്. എന്താ ഷോ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഫോർ ഏതാ? നെക്സ്റ്റ് ഇയർ. ഏത് വർഷമൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം അത്ര മാത്രം മതി. ഓക്കെ. ദെൻ സാധാരണ ഒരു ബഡ്ജറ്റ് ഇങ്ങനെയാണ്. നമുക്കിതിൽ സെയിൽസ് തന്നതുകൊണ്ട് സെയിൽസിൽ തന്നെ തുടങ്ങും. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം അല്ലേ? ഗ്ലാസ് മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ഫസ്റ്റ് ആയിട്ട് ഏതാ? സെയിൽസ് തന്നിട്ടുണ്ട്, ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാലും ഞാൻ ഡയറക്റ്റ് അതിലേക്ക് പോട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് സെയിൽസ്. എത്ര എമൗണ്ട് സെയിൽസ്? 2 ടൈപ്പ് ഗ്ലാസ് ഉണ്ട് അല്ലേ? ഒന്ന് ഏതാ? ടഫ് ആൻഡ് ഗ്ലാസ്. ഓക്കെ അല്ലേ? അതിൻ്റെ സെയിൽസ് എത്ര പറയുന്നത്? 3 lakh. അടുത്തത് ബെൻഡ് ടഫ് ആൻഡ് ഗ്ലാസ്. ഒക്കെ നല്ല വൃത്തിയിൽ എഴുതുമല്ലോ അല്ലേ? എത്ര? 5 ലക്ഷം. അപ്പോൾ ടോട്ടൽ 8 lakh എന്ത് വരും? സെയിൽസ് വരും. ഇത് നമുക്ക് ഇനി എന്ത് ലെസ് ചെയ്യാം? എക്സ്പെൻസുകൾ ലെസ് ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ. ദെൻ ലെസ് കോസ്റ്റ്. ഏതൊക്കെയാണ് കോസ്റ്റുകളുള്ളത്? ഓക്കെ, ഫസ്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ 60% ഓഫ് സെയിൽസ്. സിമ്പിൾ സാധനം അല്ലേ? നമ്പർ 1 ഡയറക്റ്റ് മെറ്റീരിയൽ. എങ്ങനെ പറയേണ്ടത്? സെയിൽസ് എത്ര ഉള്ളത്? 8 lakh അല്ലേ? അതിൻ്റെ 60% കണ്ടാൽ പോരെ? എത്ര വരും? 4,80,000. സിമ്പിൾ. അടുത്ത ഏതാ പറയുന്നത്? ഡയറക്റ്റ് വേജസ്. നമ്പർ 2 ഡയറക്റ്റ് ലേബർ. എന്താ ഡയറക്റ്റ് ലേബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞുള്ളത്? എത്ര പേരുണ്ട് വർക്കേഴ്സ്? 20 വർക്കേഴ്സ്. ശ്രദ്ധിക്കണം, 20 എന്ന് മാത്രം എഴുതരുത്. കാൽക്കുലേറ്ററിൽ 20 എന്നാവും ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ എഴുത്തേതായിരിക്കണം 20 വർക്കേഴ്സ്. ഒരാൾക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? ₹150. ശ്രദ്ധിക്കണം കേട്ടോ, പെർ മന്താ. നമ്മുടെ അടുത്ത് ഓൾറെഡി ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 12 മന്തിനുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് എത്ര അടിക്കണം? 12 മന്തും കൂടെ അടിക്കണം. അപ്പോൾ എത്ര വരും? 36,000 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത 3ാമത്തെ കോസ്റ്റ് ഏതാ? ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഹെഡിങ് എഴുതാം, ഫാക്ടറി ഓവർ ഹെഡ്. അതിലെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് പോയിൻ്റ് എ അല്ലേ? AB എന്ന് പറഞ്ഞിട്ടിടാം. ഏതാ? വായിച്ചോ, വൃത്തിയിൽ വായിക്കുക. ഇൻഡയറക്റ്റ് ലേബർ, വർക്ക് മാനേജർക്ക്. അപ്പോൾ എഴുതാണ് ഇൻഡയറക്റ്റ് ലേബർ. ആർക്ക് കൊടുക്കുന്നതാണ് മക്കളെ? വർക്ക് മാനേജർ. വർക്ക് മാനേജർക്ക് കൊടുക്കുന്ന സാലറി എങ്ങനെയാണ് പറയുന്നത്? 500 പെർ മന്ത്. വേറെ കാൽക്കുലേഷൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഡയറക്റ്റ് 500 ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 12. എത്ര വരും? 6,000 വരും. സിമ്പിൾ. അടുത്തായിട്ട് ഏതാണ്? ബി, ഫോർമാൻ. അത് എഴുതിയ മനസ്സിലായില്ലേ? ഇൻഡയറക്റ്റ് ലേബർ, വർക്ക് മാനേജർക്ക്, പിന്നെ ഏതാ? ഫോർമാൻ. അപ്പോൾ ഒരു പണിതാലും മതി. ഈ എ എന്നുള്ള പോയിന്റിൽ തന്നെ വർക്ക് മാനേജർ എഴുതി കഴിഞ്ഞാൽ അടിയിൽ ആരെഴുതാം? ഫോർമാൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അയാളുടെ സാലറി എത്രയാണ്? 400 ഇൻറ്റു എത്ര? 12. എത്ര വരും? 4,800 വരും. ഓക്കെ അല്ലേ? അടുത്തായിട്ട് ഏതാ? സ്റ്റോഴ്സ് ആൻഡ് സ്പെയർ. ഓക്കെ, സിമ്പിൾ സാധനം. ബി ആയിട്ട് എഴുതാം അല്ലേ? സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ്. എത്ര സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ് പറഞ്ഞുള്ളത്? 2.1/2 പറയുമ്പോൾ എത്ര? 0.5. അപ്പോൾ 2.5 ഓൺ ഏതാണ്? സെയിൽസ്. അപ്പോൾ 8 ലക്ഷം അല്ലേ സെയിൽസ് ഉള്ളത്? അതിൻ്റെ 2.5% കണ്ടാൽ എത്ര വരും? 20,000. കണ്ട വലിയ എന്തോ ക്വസ്റ്റ്യൻ വിചാരിക്കും അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ അടുത്തേതാ? സി ഏതാ? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഒന്നുമില്ല, ഫിക്സഡ് ആണ്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇത്ര 12,000. അടുത്തായിട്ട് ഏതാ? ഡി ഏതാ? ലൈറ്റ് ആൻഡ് ഏതാണ്? പവർ, കറണ്ട് ബില്ലൊക്കെ എത്ര വരുന്നുണ്ട്? 5,600. ദെൻ അടുത്തായിട്ട് ഏതാണ്? ഇ, ABCD, EF ആണല്ലേ? ഞാനേ
റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നൊക്കെ കറക്റ്റ് എഴുതാം. എത്രയാണ്? 8,000. പരിപാടി ഇതൊക്കെ കൂടെ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. വേണമെങ്കിൽ നമുക്ക് അവിടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആണെന്ന് എന്ത് ചെയ്യാം? ഇനിയുണ്ടോ ഐറ്റംസ് ഉണ്ടോ? അയ്യോ സോറി. ഓക്കെ, അതർ സൺട്രീസ് ഉണ്ട് അല്ലേ? യെസ്, ബ്രില്യൻ ഇൻ ദി ക്ലാസ് റൂം. ഓക്കെ, ഏതാണ് ഐറ്റം? അതർ സൺട്രീസ്. അപ്പോൾ എഫ് കഴിഞ്ഞാൽ ഏതാ? ജി അല്ലേ? അതർ സൺട്രീസ് എത്ര പറഞ്ഞു? ഡയറക്റ്റ് ലേബറിൻ്റെ 10%. ഡയറക്റ്റ് ലേബർ എത്ര? 4,80,000 അല്ലേ? ആ 4,80,000 എത്ര ശതമാനം? 10%. വേജസ് ഏതാ? 3 ലക്ഷം. 36,000 അല്ലേ? സോറി ശക്തിമാൻ, 36,000 10%. അപ്പോൾ 3,600. പിന്നെന്താ പറഞ്ഞല്ലോ അടുത്ത്? അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എഫ് ജി പിന്നെ ഏതാ? എച്ച് അല്ലേ? അഡ്മിനിസ്ട്രേഷനും പിന്നെ സെല്ലിംഗ് ആൻഡ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ. 14,000 പെർ ആനല്ലേ? പെർ മന്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ പഠിക്കണം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പെട്ടെന്ന്. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. സെയിൽസ് മൊത്തം 8 ലക്ഷം. അതിൽ നിന്ന് ഓരോന്ന് ലെസ് ചെയ്യാം. രണ്ട് ലക്ഷത്തി 2,15,000. ഉറപ്പല്ലേ? ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ. എന്താ അറിയോ? ഇവിടെ 600 നമ്മൾ എഴുതിയിരുന്നു കേട്ടാ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സത്യത്തിൽ എനിക്ക് അറിയായിരുന്നു 6,000 ആണ്. ഞാൻ നിങ്ങളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിയതാണ്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഷാക്കിർ സാർ ഇതുപോലെ എന്ത് ചെയ്യും? നിങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചില ട്രിക്കുകൾ ഉപയോഗിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 lakh അല്ല വരാ. 2 lakh ഏതാണ്? 10,000. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? മാച്ച് ആവുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ.